ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ടൊക്കെ കുറേ കാലമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവരെ കാണാനൊക്കെ ഒന്ന് തോന്നിയിട്ട് നമ്മൾ ഒരു ദിവസം ഒന്ന് പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് അങ്ങോട്ട് പോകുന്ന ഡേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒന്ന് മീറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂർക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂരാണെങ്കിൽ എക്സിബിഷൻ്റെ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എക്സിബിഷൻ്റെ കാര്യങ്ങളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ തൃശ്ശൂർ എത്തി, പിന്നെ ശക്തിയിലേക്ക് നടന്നുകൊണ്ട് രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു കട കണ്ടപ്പോൾ അവിടെ നിന്ന് ഉഴുന്നുവട അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൃശ്ശൂർ വടക്കേന്നതിൻ്റെ നേരെ തന്നെ ശക്തിയിലേക്ക് പോണ വഴിയിലാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു കടയിൽ കയറിയിട്ട് നമ്മൾ രണ്ട് പരിപ്പ് വടയും പിന്നെ ഉഴുന്നുവടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ബൂസ്റ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബൂസ്റ്റ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ പൂരപ്പറമ്പിൽ നിന്നൊക്കെ വാങ്ങുമല്ലോ 20 രൂപയ്ക്ക്, അത് ചെറിയൊരു ഗ്ലാസ്സിലുണ്ടാവും. അത് 30 രൂപയ്ക്ക് ഇത്രയും വലിയ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെ ബൂസ്റ്റ് മാത്രം കുടിച്ചപ്പോൾ തന്നെ നമ്മുടെ വയറൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ശക്തൻ്റെ അവിടേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വഴിയോര കച്ചവടക്കാരുണ്ട്. പിന്നെ നല്ല വില കുറവ് കണ്ടിട്ടോ ഈ ഭാഗത്ത്. ഞങ്ങളെപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വരികയാണെങ്കിൽ മിക്കത് ഞങ്ങൾ തൃശ്ശൂർ വന്നിട്ട് ഇവിടെ തന്നെ എടുക്കാറുള്ളത്. ലിഫ്റ്റൊക്കെ ഉണ്ടല്ലോ ആകാശപാതയിൽ. അപ്പോൾ നമ്മൾ ആകാശപാതയിലേക്ക് അതിന് മേലേക്ക് ലിഫ്റ്റിൽ കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആകാശപാതയിൽ എത്തിയപ്പോൾ തന്നെ കുറേ നേരം അവിടെ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല, ഫ്രണ്ട്സൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവർ രാവിലെ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ സമയമാകുമ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളവിടെ ആകാശപാതയിൽ കുറച്ച് ഈ സ്റ്റാൻഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ കുറേ നേരം വെറുതെ നിൽക്കണ്ടേ, പോസ്റ്റ് അടിച്ച് നിൽക്കണ്ടേന്ന് വിചാരിച്ച് നമ്മൾ അവിടെ തന്നെ നിന്നു. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നമ്മൾ എടുത്തു. കുറച്ച് സമയം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തു കേട്ടോ. നമ്മളിന്ന് ആദ്യം ഫസ്റ്റ് എങ്ങനെ പോകുന്നത് നമ്മളെ പെരുവഴിയിലാണ് ആദ്യം വന്നിട്ടില്ല ആരും. പിന്നെ ഒരു 11:15 ആകുമ്പോഴേക്കും അവരവിടെ എത്തിയിട്ടോ, ശക്തൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാലത്തിന് ശേഷം കാണാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അവരെ കാണാനൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് അപ്പൂന് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഉഴുന്നുവടയൊക്കെ വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശ്രുതി അവിടെ നിന്നും ഉഴുന്നുവട കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ആരും കഴിച്ചില്ല, അവൾ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ശ്രുതിയും അപ്പവും ഉഴുന്നുവട കഴിച്ചു. പിന്നെ നമ്മൾ ബസ് കയറിയിട്ട് പുത്തൂരിക്കുള്ള ബസ്സിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യം സുവോളജിക്കൽ പാർക്കിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കയറി കഴിഞ്ഞ് നമ്മൾ പ്ലാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ഹൈലൈറ്റിലേക്ക് പോവാ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് സമയമല്ലേ ഉള്ളൂ, അപ്പം പിന്നെ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാനൊക്കെ ആകുമ്പോൾ സമയമാവുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഹൈലൈറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ബസ് കയറിയപ്പോൾ തന്നെ നമ്മൾക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കടലയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കടല മിഠായും വാങ്ങിയിട്ടുണ്ട്. പച്ചക്കടലല്ലേ, പട്ടാണിക്കടല എന്നൊക്കെ പറയും, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഹൈലൈറ്റ് എത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി. ആദ്യം ഞങ്ങൾ ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റാളുകളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ എല്ലാ സ്റ്റാളുകളും വന്നിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈദ് പ്രമാണിച്ച് കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ തന്നെ. പിന്നെ നമ്മൾ കുറച്ച് ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഷോപ്പുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റിൻ്റെ ഷോപ്പുകളിലാണ് മെയിനായിട്ട് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്രത്യേകിച്ചൊന്നും ആരും അങ്ങനെ വാങ്ങിയില്ല കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ കമ്മലുകളും മൂക്കുത്തി, പിന്നെ സെക്കൻഡ് സ്റ്റഡ്, അങ്ങനത്തെ മോതിരം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കുറേ നേരം നോക്കി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവിടെ കമ്മലുകളൊക്കെ കാണാൻ, ഇത് ഈ ഗ്രീൻ കമ്മലൊക്കെ നല്ല രസമുണ്ട്. നല്ല ഹെവി ആയിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ഇടുന്ന ആൾക്കാരുടെയൊക്കെ അത് വാങ്ങാനായിട്ട് പറ്റും കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റിന് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മൂക്കുത്തി നോക്കിയതുകൊണ്ട് കുഞ്ഞേ നല്ല ഭംഗിയുള്ള മൂക്കുത്തികളുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു. അത് ഇങ്ങനെ മൂക്ക് കുത്താത്തവർക്ക് വെക്കാവുന്നത്, ഇത് ഒരു സ്റ്റിക്ക് പോലെ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ, പക്ഷേ വാങ്ങിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും അവിടെ കിഡ്സിൻ്റെ ഏരിയയിലേക്ക് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കിഡ്സിൻ്റെ ഏരിയ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം എന്നുള്ളൊരു ത്വരയായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ അവിടെ ഒന്ന് കയറാനൊന്നുമില്ല, ജസ്റ്റ് അവിടെ കാണാനും അവിടെ പിള്ളേരെ അവിടെ കളിക്കണം കാണാനും ഗെയിംസൊക്കെ കളിക്കണം കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ ഈസി പേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് കുറച്ച് ഡ്രസ്സുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഡ്രസ്സുകളൊന്നും എടുത്തില്ല. അവിടുന്ന് ഷീറ്റ് മാസ്ക് ഉണ്ടായിരുന്നു. 49 റുപ്പീസിന് ഒരു ഷീറ്റ് മാസ്കും പിന്നെ 29 റുപ്പീസിന് ഒരു മേക്കപ്പ് റിമൂവറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കിഡ്സിൻ്റെ ഏരിയയിലേക്ക് അങ്ങനെ പോവുകയായിരുന്നു ചെയ്തത്. പിന്നെ ഞങ്ങൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഗെയിംസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നല്ല റേറ്റാണ്. ഞങ്ങൾ കാറിൻ്റെ ഇതിന് കയറണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കാറിങ്ങനെ ഓടിക്കുന്ന ഒരു തരത്തിലുള്ള തന്നെ. പക്ഷേ ഒരാൾക്ക് 120 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിലും കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ പൈസ കൊണ്ട് എന്തെങ്കിലും ഫുഡൊക്കെ എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കറന്ന് കണ്ട് അവിടെ കുറച്ച് നേരം ഗെയിംസൊക്കെ കളിക്കണമൊക്കെ കണ്ടിട്ട് അവിടെ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ വെള്ളം തയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട്. ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇത് ഏസിനുള്ളിലേക്ക് ഇപ്പോൾ കയറിയപ്പോൾ തന്നെ ഒരു ആശ്വാസമായിരുന്നു. പുറത്ത് നേരം ചുറ്റി കറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ വെള്ളം തയ്ക്കാൻ കാരണം ഞങ്ങൾ എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ടർ മെലണും പിന്നെ ഗ്രേപ്സും പിന്നെ പൈനാപ്പിൾ ജ്യൂസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ സൈൻ ലബാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കണ്ടപ്പോൾ ഈ സൈൻ ലബാൻ വേണമെന്ന് പറഞ്ഞു വാശി പിടിച്ച് ഞാൻ അപ്പു വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആണല്ലോ ഈ ചീസ് ബോൾ. അപ്പോൾ അതെനിക്ക് വാങ്ങണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് അപ്പൂൻ്റെ അടുത്ത് എനിക്ക് വാങ്ങി തരുമെന്ന് ചോദിച്ചപ്പോൾ അവളത് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ടേസ്റ്റാണ്, നല്ല സ്വീറ്റാണ് കേട്ടോ. ഇത് നമ്മൾ 5 ആൾ ഇത് കഴിക്കാനുണ്ടായിരുന്നെങ്കിലും ഇത് കഴിയാനായിട്ട് നല്ല പണി പെട്ടു കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് മധുരമായതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ മട്ടിക്കുന്നുണ്ട്. നമുക്ക് കുനാഫ ചോക്ലേറ്റ് കഴിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് ഭയങ്കരമായിട്ട് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉള്ളിൽ ചീസൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. ഇത് കുനാഫ ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഈ കുനാഫ ചോക്ലേറ്റ് ഒന്നും ഇഷ്ടമില്ല, ചോക്ലേറ്റ് ആയിട്ട് ഇഷ്ടമില്ലാത്തവർക്കൊന്നും ഇഷ്ടമില്ല. നന്ദമ്മൊന്നും ചോക്ലേറ്റ് അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവൾക്ക് വലിയ പിടുത്തം കിട്ടിയില്ല. അവളതങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ചോക്ലേറ്റ് ഓൾറെഡി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വെള്ളം കുടിച്ചേ പറ്റൂ, നല്ല ദാഹം ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ വേഗം പോയിട്ട് അത് ആയോ എന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ ആക്കി തന്നിട്ടുണ്ടായിരുന്നു വേഗം തന്നെ. എന്നിട്ട് നമ്മൾ അവിടുന്ന് ജ്യൂസും കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ജ്യൂസൊക്കെ കുടിക്കൽ കഴിഞ്ഞ് നമ്മളൊന്ന് ഇതിൽ മറ്റേ ഗ്രേപ്സിൻ്റെ ജ്യൂസ് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഇത്തിരി പുളി കൂടുതലായിരുന്നു കേട്ടോ. ബാക്കിയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, ഭയങ്കരമായിട്ട് ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ കുടിക്കൽ കഴിഞ്ഞിട്ട് നേരെ വീണ്ടും നമ്മൾ തൃശ്ശൂർക്ക് പോകാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടേക്ക് നമുക്ക് പോയിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കണമെന്ന് നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഹൈലൈറ്റിൽ നിന്ന് വേഗം തന്നെ ഇറങ്ങി. പിന്നെ നമ്മൾ തൃശ്ശൂരെത്തി. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. തൃശ്ശൂർ എത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പോൾ സിനിമ കമ്പനിയിലേക്കാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മസാല ഷവായി മന്തി വാങ്ങാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൂന് വലിയ വിശപ്പുണ്ടായിരുന്നില്ല, അവൾക്ക് പിന്നെ നമ്മളൊരു സോഡ സർബത്ത് പോലെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മസാല ഷവായി ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു മീഡിയം ലെവൽ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഒരു പൈനാപ്പിളും മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഉപ്പിലിട്ടുള്ളൊരു സലാഡ് പോലെ ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് അത് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗിഫ്റ്റുകളൊക്കെ എല്ലാതും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പോകാനായിട്ടുള്ള നേരമായിട്ടുണ്ടായിരുന്നു, വീട്ടിലെത്താറായിട്ടുണ്ടായിരുന്നു, വീട്ടിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പു നന്ദമ്മയും ബസ്സിൽ കയറിയിട്ട് അവർ പോകാൻ സമയമായപ്പോൾ വല്ലാത്തൊരു വിഷമമായിരുന്നു. പിന്നെ അവരെ കാണാൻ പറ്റില്ലല്ലോ, ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു. പിന്നെ നമ്മൾ നല്ല ടയേർഡും ആയിരുന്നു കേട്ടോ വീട്ടിലെത്തുമ്പോൾ. ഇനി പിന്നെ അവരെ കാണാൻ പറ്റില്ലല്ലോ, ഇനി എപ്പോഴാണ് കാണാൻ പറ്റുക? എല്ലാവരുടെ സാഹചര്യങ്ങളും ഒക്കെ അങ്ങനെയാണല്ലോ, ഓരോരുത്തർക്ക് അവർക്ക് ജോലിയുണ്ട്, ഞങ്ങൾ പഠിക്കുകയാണ്, കുറേ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എപ്പോഴും കാണാനായിട്ട് കഴിയില്ല. മാക്സിമം ഞങ്ങൾ കൂടെയുള്ള ടൈം ഞങ്ങൾ അടിപൊളിയാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.